അർദ്ധരാത്രി 12 മണി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. ചുറ്റിന് നോക്കിയതും കൂറ്റാക്കൂറ്റിയിരുട്ട്. അവൾ പതിയെ കൈയെത്തിച്ച് ഡിം ലൈറ്റ് ഓൺ ചെയ്തു. ശേഷം ടേബിളിനകത്ത് വെച്ചിരുന്ന ഒരു ഫോൺ കയ്യിലെടുത്തു. കോൾ ലിസ്റ്റിൽ നിന്നും അവൻ്റെ നമ്പർ എടുത്തുകൊണ്ട് കോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവിടെ കിടന്ന ബീൻ ബാഗിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ ശബ്ദത്തിനായി കാതോർത്തു. ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഹരി കണ്ണുകൾ തുറന്നു. അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പതിയെ എഴുന്നേറ്റ് ഫോൺ കയ്യിലെടുത്തു. സ്ക്രീനിൽ കാണിച്ച നമ്പർ കണ്ടതും അവൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അവൻ ആ കോൾ കട്ട് ചെയ്തുകൊണ്ട് ഫോൺ ടേബിളിലേക്ക് വെച്ചു. 5 സെക്കൻഡിനുള്ളിൽ വീണ്ടും കോൾ വന്നു. അവൻ പല്ലിയടിച്ചുകൊണ്ട് കോൾ എടുത്തു. നിനക്ക് രാത്രിയായാലും ഉറക്കൊന്നുമില്ലടി പുല്ലേ. അവൻ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അലറിയതും അപ്പുറത്തു നിന്നും അടക്കി പിടിച്ച ചിരി കേട്ടു. എന്താടി കിണിക്കുന്നത്? നിന്റെ ആരെങ്കിലും പെറ്റോ? ഷോ, എന്റെ ഹരിയേട്ടന് ദേഷ്യം വരുമ്പോ കാണാൻ എന്തൊരു ചന്തവാ. അവളുടെ കൊഞ്ചിലോടെയുള്ള സംസാരം കേട്ടതും അവന് വിറഞ്ഞു കയറി. ഡീ പുല്ലേ, നീ കുറെ നാളായി ഈ പണി തുടങ്ങിയിട്ട്. ആരടി കോപ്പി നീ? മനുഷ്യന്റെ ക്ഷമക്കൊരു അതിരുണ്ട്. ഞാൻ ആരാണെന്ന് പറയണമെങ്കിൽ ഹരിയേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് പറയണം. എന്നാൽ ആ നിമിഷം ഞാൻ മുമ്പിൽ വന്ന് നിൽക്കും. അവൻ ചോദിക്കുന്നിട്ട് അവൾ അവനോട് മറുപടി പറഞ്ഞു. എന്റെ പട്ടി പറയും നിന്നോട് ഇഷ്ടമാണെന്ന്. അയ്യേ, പട്ടിയും പൂച്ചയും എന്നെ ഇഷ്ടപ്പെടേണ്ട. എന്നെ എൻ്റെ ഹരിയേട്ടൻ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവളൊരു ചിരിയോടെ പറഞ്ഞു. ഡീ കോപ്പേ, ഞാൻ മര്യാദക്ക് പറയാ. ഇനി മേലെന്നെ വിളിച്ചാലുണ്ടല്ലോ അന്ന് നിന്റെ അന്ത്യമായിരിക്കും. പറഞ്ഞേക്കാം, വെച്ചിട്ട് പോടി. ഹോ, എന്തൊരു തെറിയ മനുഷ്യ. എന്റെ ചെവി അടിച്ചുപോയി. അവന്റെ വായിൽ നിന്ന് ചീത്തേട്ടതും അവൾ ചെവിയിൽ വിരൽ കറക്കിക്കൊണ്ട് പറഞ്ഞു. ആ, ഇപ്പൊ ചെവിയല്ലേ പോയുള്ളൂ. ഇനി എന്നെ വിളിച്ചാൽ നിന്റെ ജീവനായിരിക്കും പോകുന്നത്. വെച്ചിട്ട് പോയി കിടന്നുറങ്ങടി. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോണ് കട്ട് ചെയ്തു. ഹോ, ഈ മനുഷ്യന് ഞാൻ എങ്ങനെയൊന്നും വളക്കൊരു ഗുരുവായൂരപ്പ. അവൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഫോൺ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ചാഞ്ഞു കിടന്നു. അവളുടെ കണ്ണുകൾ നിലാവ് പൊഴിച്ചിരിക്കുന്ന ചന്ദ്രനിലായിരുന്നു. അതിലവൾ അവന്റെ മുഖം തെളിമയോടെ കണ്ടു. ഒരു പുഞ്ചിരിയോടെ അവൾ അത് നോക്കിയിരുന്നു. ഫോൺ കട്ട് ചെയ്ത് ഹരി മുഷ്ടിയുരുട്ടി ചൂരിലേക്ക് അടിച്ചു. ഡാമിറ്റ്! അവൻ അത്രത്തോളം ദേഷ്യം തോന്നിയിരുന്നു. അവൻ കണ്ണുകൾ മുറുകെ അടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഇപ്പൊ ഏകദേശം 1.5 മാസത്തോളമായി ഈ വിളി തുടങ്ങിയിട്ട്. ആദ്യമൊന്നും കാര്യമാക്കില്ലെങ്കിലും പിന്നെ പ്രശ്നം രൂക്ഷമാകാൻ തുടങ്ങി. എത്ര വഴക്ക് പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. പാതിരാത്രിയാകുമ്പോൾ വിളി തുടങ്ങും. മനുഷ്യനെ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. ഇങ്ങനെയുണ്ടൊരു ശല്യം. നമ്പർ ബ്ലോക്ക് ചെയ്താൽ അപ്പം പുതിയ നമ്പറിൽ നിന്ന് വിളി തുടങ്ങും. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് ഇറങ്ങും. അവനതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയെന്നും കണ്ണ് തള്ളിപ്പോയി. ദൈവമേ, ഇവരിത് എവിടെ പോയി? ഞാൻ പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. അവനതും പറഞ്ഞുകൊണ്ട് അവിടേക്ക് നോക്കാൻ തുടങ്ങി. വാഷ്റൂമിലും ബാൽക്കണിയിലും നോക്കിയിട്ട് കണ്ടില്ല. ഈശ്വര, ഇനി ഡോറൊന്നപ്പോൾ അവളെ കാണാനെങ്ങാനും ഇറങ്ങിപ്പോയോ? എൻ്റെ ദൈവമേ! അവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. പുറത്തുനിന്നൊരു വണ്ടി പോകുന്ന സൗണ്ട് കേട്ടു. അവൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. മുൻവശത്തെത്തിയതും അമ്മൻ്റെ വണ്ടി ഗേറ്റ് കടന്ന് പോയിരുന്നു. എൻ്റെ ഈശ്വര, ഈ ചെറുക്കിന് ഇനി എന്തൊക്കെ കാണിച്ചു വെക്കുമോ ആവോ. അവൻ്റെ ബംഗ്ലാവിലേക്ക് അവൻ്റെ വണ്ടി ഒരു മുഴക്കത്തോടെ വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങി നിലത്തുറക്കാത്ത കാലുകളുമായി അവൻ മുന്നിലേക്ക് നടന്നു. കോളിംഗ് ബെൽ അടിച്ച ഉടനെ മെയ്ഡ് വന്ന് ഡോർ തുറന്നു കൊടുത്തു. അവൻ ആടിയാടി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറിപ്പോയി. റൂമിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറിയതും കട്ടിലിൽ മൂടിപ്പോച്ച് കിടക്കുന്ന ദച്ചുവിനെയാണ് കണ്ടത്. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ പതിയെ ചെന്ന് അവളുടെ അടുത്തായിരുന്നു. പതിയെ കൈയെടുത്ത് അവളുടെ നെറുകയിൽ തലോടി. ശേഷം അവിടെ ചുണ്ടുകൾ ചേർത്തു. ശിവ ശിവ! അവൻ അവളെ കുലുക്കി വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. മുന്നിൽ അവനെ കണ്ടതും അവൾ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി. പോവല്ലേ ശിവ, എൻ്റെ അടുത്തേക്ക് ഇരിക്കുക. അവൻ പറഞ്ഞതും അവൾ പേടിയോടെ അവിടെ തന്നെ ഇരുന്നു. ഇല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചാലെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. അതോടൊപ്പം അവനിൽ നിന്ന് വരുന്ന മദ്യത്തിൻ്റെ മണം അവൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് അവളുടെ മടിയിലേക്ക് തലവെച്ചു. പെട്ടെന്ന് ഞെട്ടിപ്പോയ തെച്ചു അവനെ തള്ളിമാറ്റാൻ നോക്കിയെങ്കിലും അവൻ അട്ട പിടിച്ച പോലെ അവളുടെ അരയിൽ ഇറുകെ പിടിച്ചു. ടോപ്പിനിടയിൽ കൂടി അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ പതിച്ചതും അവൾ ഷീറ്റിലേക്ക് ഇറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. എനിക്ക് ആരുമില്ല ശിവ, ഞാനിന്നും തനിച്ചാടി. നീയും കൂടി എന്നെ വിട്ടിട്ട് പോകല്ലേടി. അവൻ അവളുടെ വയറിൽ മുഖമർത്തിക്കൊണ്ട് പറഞ്ഞു. അവളൊരു സംശയത്തോടെ അവനെ നോക്കി. വയറിൽ ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖമുയർത്തി നോക്കിയതും നിറഞ്ഞൊഴുകി അവൻ്റെ കണ്ണുകൾ കണ്ട് അവളുടെ നെഞ്ചിടിപ്പേറി. അവൾ പതിയെ അവൻ്റെ കവിളിൽ തൊട്ടതും അവൻ ആ കയ്യിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. ദേവേട്ടാ! അവൾ വിളിക്കുന്ന കേട്ടതും അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. അവൻ ഉയർന്നു വന്ന് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഇറുകെ പുണർന്നു. അപ്പോഴും അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു.
എൻ്റെയാ, എൻ്റെ മാത്രം. അല്പസമയത്തിന് ശേഷമാണ് താൻ എന്താ ചെയ്തെന്ന ബോധം ദച്ചുവിനുണ്ടായത്. അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറി. നിനക്കെന്നോട് ദേഷ്യമാണോ മോളെ? എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ല എന്ന്. ആർക്കും എന്നെ വേണ്ട, ഞാനിന്നും ഒറ്റക്ക. ചുണ്ടുപുളുത്തി സങ്കടത്തോടെ അവൻ പറയുന്നു കേട്ടതും ഒന്നും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നിനക്കറിയോ ശിവ, എൻ്റെ 6-ാമത്തെ വയസ്സിൽ അവരെന്നെ ഉപേക്ഷിച്ചതാ. ആര്? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു. എൻ്റെ അച്ഛനും അമ്മയും. എന്നെക്കാളും ഇഷ്ടം അവർക്ക് പണമായിരുന്നു. പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ അവരെന്നെ മറന്നു. എന്നെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവരെന്നെ കണ്ണെത്താ ദൂരത്തുള്ള ബോർഡിംഗ് സ്കൂളിലേക്ക് ഉണ്ടാക്കി. ചുണ്ടുകൾ ചുളിച്ച് അതീവ സങ്കടത്തോടെ പറയുന്ന അവനെ അവൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ്റെ അങ്ങനെ ഒരു ഭാവം അവൾ ആദ്യമായി കാണുകയായിരുന്നു. നിനക്കറിയോ ശിവ, ഞാൻ ഒത്തിരി കരഞ്ഞെന്ന്. എന്നെ പറഞ്ഞു വിടലേന്നും പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയും ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ പറഞ്ഞു എന്നെ അവരൊക്കെ നോക്കിക്കൊള്ളാന്ന്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും കേട്ടില്ല. അവരെന്നെ ഊട്ടിയിലേക്ക് പറഞ്ഞയച്ചു. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എല്ലാം മുത്തശ്ശി പറഞ്ഞെന്നാ. അവനവളുടെ വലം കൈയെടുത്ത് ചുണ്ടിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. അവൾ പെട്ടെന്ന് കൈ വലിച്ചെടുത്തു. അത് കണ്ടതും അവൻ കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടുപുളുത്തി. അത് കണ്ടപ്പോൾ ദച്ചുവിന് ശരിക്കും ചിരിയാണ് വന്ന്. എങ്കിലും അവളത് മറച്ചു വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ നോട്ടം കണ്ടതും അവൻ കള്ളച്ചിരിയോടെ അവളുടെ മടിയിലേക്ക് മുഖമമർത്തി. അവൻ്റെ തല പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അട്ട പിടിച്ച പോലെ പറ്റിപ്പിടിച്ച് കിടന്നു. ഒരു തരത്തിൽ അവൻ മാറില്ലെന്ന് മനസ്സിലായതും അവൾ ആ ശ്രമം ഉപേക്ഷിച്ച് ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. അല്പസമയത്തിന് ശേഷം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ ദച്ചു അവനെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. നിന്നെ കാണാൻ എന്ത് ഭംഗിയാ ശിവ, ലൈക്ക് എ ബേബി ഡോൾ. അവളുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. നീ പണ്ടത്തെ പോലെ ഇങ്ങനെ മുടി കെട്ടുന്ന എനിക്കിഷ്ടം. എങ്ങനെ? അവൻ പറഞ്ഞു. അവളൊരു സംശയത്തോടെ ചോദിച്ചു. ഇങ്ങനെ 2 വശം ഉയർത്തി കൊമ്പ് പോലെ. അത് കാണാൻ നല്ല ഭംഗിയാ. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ കെട്ടിയായിരുന്നു പോവാറ്. പക്ഷെ അത് ദേവേട്ടനെ എങ്ങനെ കണ്ടു? അപ്പം അന്നോട്ട് എന്നെ അറിയുമായിരുന്നോ? അവൾ സംശയത്തോടെ ആലോചിച്ചിരുന്നു. നിന്റെ ഈ കുഞ്ഞു മൂക്കും ഉണ്ടക്കവളൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. അവൻ അവളുടെ ഇരുകവളിലും പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കി. ഞാനിങ്ങനെ കിടന്നോട്ടെ ശിവ. കുഞ്ഞിലെ ഇങ്ങനെ കിടക്കാൻ ഒത്തിരി മോഹിച്ചതാണ്. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ പറയുന്ന കേട്ടതും അവൻ്റെ തലയിലുള്ള അവളുടെ പിടിവിട്ടു. വീട്ടിൽ ഒത്തിരി ആളുകളുണ്ടായിട്ടും അച്ഛനും എന്തിനാ ദേവേട്ടനെ ബോർഡിംഗ് സ്കൂളിലാക്കിയേ? അല്പസമയത്തിന് ശേഷം അവൾ ചോദിക്കുന്നത് കേട്ടും അവൻ പെട്ടെന്ന് മുഖം കുത്തി പിടിച്ചു. കുറച്ചു മുമ്പ് വരെ തൻ്റെ മുമ്പിൽ ഗൗരവത്തോടെ ആളിൻ്റെ മറ്റൊരു ഭാവം കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. അന്നുണ്ടല്ലോ ശിവ, ഞാൻ ഭയങ്കര കുസൃതിയായിരുന്നെന്നാ മുത്തശ്ശി പറഞ്ഞ്. ഞാൻ അനിയനൊക്കെ ഉപദ്രവിക്കായിരുന്നു. അങ്ങനെ എൻ്റെ ശല്യം കാരണം എന്നെ വീട്ടിൽ നിർത്താഞ്ഞ്. ഓ, അപ്പം പണ്ടും ഈ ഉപദ്രവം ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞു കഴിഞ്ഞു. അവൾ പതിയെ പെരുവിരുത്തു. ഉണ്ടായിരുന്നു ശിവ. അതിനവൻ മറുപടി അറിഞ്ഞപ്പോഴാണ് താൻ പറഞ്ഞവൻ കേട്ടെന്നവൾക്ക് മനസ്സിലായത്. ദൈവമേ, ബോധമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കാലിനെൻ്റെ അടുത്ത പല്ല് അടിച്ച് ഇളക്കിയാനേ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. നിനക്കെന്നെ ഒട്ടും ഇഷ്ടമല്ലേ ശിവ? കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ ചോദിക്കുന്നു കേട്ടതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന അവൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു. അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണതും അവൾ അവനെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി. നിങ്ങളെനിക്ക് മനസ്സിലാവുന്നില്ല ദേവേട്ട. നിങ്ങളെനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെയൊന്നും നിങ്ങളോട് തോന്നിയിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഒന്ന് പറയാം, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങളെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. അത് പരിഹരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അരികിൽ എത്തിക്കും. പക്ഷേ എങ്ങനെയാണെന്ന് അറിയും. അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ കത്തിയതുപോലെ അവളുടെ മുഖമിടർന്നു. ശ്രീയേട്ടൻ. ചിലപ്പോൾ ശ്രീയേട്ടനോട് ചോദിച്ചാൽ അറിയാൻ കഴിയുമായിരിക്കും. അറിയണം എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന്. അതറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് മോചനം ഉണ്ടാവൂ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന അവൻ്റെ മുടികളിൽ പതിയെ തലോടിക്കൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സോഫയിലേക്ക് പോയിരുന്നു. അവനെ തന്നെ നോക്കിയിരുന്നുകൊണ്ട് അവൾ മയക്കത്തിലേക്ക് പോയി. രാവിലെ മുഖത്തേറ്റ സൂര്യകിരണങ്ങളാൽ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ശക്തമായ തലവേദന കാരണം അവൻ ഇരുകൈകളും തലക്ക് താങ്ങി കുനിഞ്ഞിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ തലേ ദിവസത്തെ ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്തു. അവൻ ദച്ചുവിനോട് പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ ഓർത്തും അവന് വല്ലാത്ത ജാളിത തോന്നി. മുന്നിലേക്കൊരു കൈ നീണ്ടുവരുന്ന കണ്ടാണ് അവൻ തല ഉയർത്തി നോക്കിയത്. തന്നെ കൊല്ലാൻ പാകത്തിന് തുറച്ചു നോക്കി നിൽക്കുന്ന ഹരിയെ കണ്ടതും അവൻ അവനെ നോക്കി ഇളിച്ച് കാണിച്ചു. ദാ കുടിക്ക്, തലവേദന പറയും. നീ എപ്പോഴാണ് വന്നേ? തന്നെ നോക്കി കരിപ്പിലുക്കിൽ പറയുന്ന ഹരിയോട് ഒരു ചടപ്പോട് അമ്മൻ ചോദിച്ചു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്.
ഇന്നലെ ഗസ്റ്റ് ഹൗസിൽ ഉറങ്ങിയ നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അമനൊരു വളിച്ച ചിരിയോടെ അവനെ നോക്കി. അത് പിന്നെ എനിക്ക് അവളെ കാണാതെ ഉറങ്ങാൻ പറ്റിയില്ല, അതാ വന്ന്. അമൻ പതിയെ പറഞ്ഞു. ഹരി അവനെ നോക്കി പല്ലടിച്ചു. ഡാ കോപ്പേ, നിന്നെ ഈ അവസ്ഥയിൽ അവൾ കാണേണ്ടെന്ന് കരുതിയാ നിന്നെ അവിടെ പൂട്ടിയിട്ടത്. അപ്പൊ അവൻ ചാടിപ്പോയിരിക്കുന്നു. എല്ലാത്തിനും കാരണം അവളാ. അവളുടെ ഒരു ഫോൺ വിളി. എവളുടെ? ഹരി ദേഷ്യത്തോടെ പറയുന്ന കേട്ടതും അമൻ ചോദിച്ചു. ആ മറ്റവളുടെ. ഇന്നലെ വിളിച്ചിരുന്ന ശവം മനുഷ്യനെ സമാധാനം കളയാൻ. കുറെ നാളായിട്ട് ഈ വിളി ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ വീണ്ടും തുടങ്ങിയോ? അവിടെ അന്തി എൻ്റെ കൈ കൊണ്ടാ. അതിനവൾ ഈ കിടന്ന് കളിക്കുന്നേ. അവളെന്റെ കൈ കെട്ടിട്ടെ ശരിയായി കൊടുക്കാം. അവൻ പല്ലടിച്ചോണ്ട് പറയുന്ന കേട്ടതും അമൻ ചിരിയോടെ ടേബിളിൽ നിന്ന് കോഫി എടുത്ത് ചുണ്ടോട് ചേർത്തു. ആ ഞാൻ പോവാ, നീ പെട്ടെന്ന് റെഡി ആവാ, ഓഫീസ് പോവാൻ നേരായി. അവൻ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവനെ നോക്കിക്കൊണ്ട് അവൻ കോഫി കുടിച്ചു. ഹരി താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴാണ് ദച്ച് മുകളിലേക്ക് കയറി വരുന്ന കണ്ടത്. എന്തൊക്കെയുണ്ട് മോള് വിശേഷം? ആ ചെകുത്താൻ നില നിന്നെ ഉപദ്രവിക്കാൻ ചെയ്തോ? ദച്ചുവിനെ കണ്ട് ഹരി ചോദിച്ചതും അവളുടെ മനസ്സ് തലേ ദിവസത്തെ ഓട്ടപ്രദക്ഷിണത്തിലായിരുന്നു. തലേന്നത്തെ അമ്മന്റെ പ്രകടനം ആലോചിച്ചതും അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അത് കണ്ടതും അവന്റെ മുഖവും വിടർന്നു. ഹോ, സമാധാനായി, ഇപ്പോഴെങ്കിലും തന്നെ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. അവൻ അതേ ചിരിയോട് തന്നെ പറഞ്ഞു. അതിനവളൊരു മങ്ങിയ ചിരി നൽകിക്കൊണ്ട് മുമ്പോട്ട് നടന്നു. ശ്രീയേട്ടാ. അവളെ നോക്കി താഴേക്കിറങ്ങി അവൻ അല്പം മുൻപോട്ട് കിടന്ന് അവൾ തിരിഞ്ഞെന്ന് വിളിച്ചു. എന്താ മോളെ? അത് അവളുടെ വിളിയേട്ട് അവൻ അടുത്തേക്ക് വന്നിട്ട് അവൻ ചോദിച്ചത് അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്ന് വിക്കി. മോള് ധൈര്യമായിട്ട് പറഞ്ഞു, മോളുടെ സ്വന്തം ഏട്ടാണെന്ന് കരുതിയാൽ മതി. അതിനവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഈ ദേവേട്ടനെ എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത്? അത് അമൻ. അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കുന്നവനോട് ഒന്നുകൂടി പറഞ്ഞു. അവന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി തെളിഞ്ഞു. അതൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ നല്ല അവൻ തന്നെ പറയുന്നല്ലേ. അവളുടെ അടുത്തേക്ക് വന്നിട്ട് അതേ ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു. അല്ല, ഈ ദേവേട്ടൻ വിളിയൊക്കെ എപ്പോൾ തുടങ്ങി? അത് പിന്നെ ഞാൻ അല്പം കുസൃതിയുടെ അവൻ ചോദിച്ചു കേട്ടതും അവൾ എന്ത് പറയണമെന്നറിയാതെ ഉഴറി. നീ പോയില്ലടാ ഇതുവരെ? റെഡിയായി താഴേക്കൊന്ന് അമ്മൻ ഹരിയെ കണ്ടുകൊണ്ട് ചോദിച്ചു. അവനെ കണ്ടതും അവളൊന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോയി. ദേവേട്ടൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ? എന്ത്? അവനെ കണ്ടൊരു കളിയാക്കലോടെ ഹരി ചോദിച്ചതും ഒന്നും മനസ്സിലാവാതെ അവൻ നെറ്റി വിളിച്ച് നിന്നു. പ്രിയപ്പെട്ടവൾ നിന്നെ വിളിച്ചതാ? അല്ല അമ്മൻ, എല്ലാവരും നിന്നെ അമ്മനെ നല്ല വിളിക്കുന്നത്. പിന്നെതാ ദച്ചു നിന്നെ ദേവനെന്ന് വിളിച്ച്. എന്നിലെ ദേവനെ തിരിച്ചറിയാൻ അവൾക്കേ കഴിയും, അതുകൊണ്ടാ. ഹരി പറഞ്ഞു കഴിഞ്ഞതും അവൾ പോയ വഴിയെ നോക്കി ഒരു ചിരിയോടെ അവൻ പറഞ്ഞു. അത് കേട്ട് തലൊന്നു കുലുക്കി ചിരിച്ചുകൊണ്ട് ഹരി താഴേക്ക് ഇറങ്ങി. അവന്റെ പിന്നാലെയായി അമനും. ഓഫീസിന്റെ എൻട്രൻസിൽ ടെൻഷനോടെ നടക്കുകയാണ് പൂജ. അമനെ കാണുകയാണ് ലക്ഷ്യം. എന്റെ പൂജ, നീ ഇങ്ങനെ ഇതിനു മുമ്പിൽ കിടന്ന് നടന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അയാൾ നിന്നെ മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോകും. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് മേഘ പറഞ്ഞു. പൂജ അവളെ നോക്കി. അത് കണ്ട് മേഘ എന്തോ പറയാനായി വന്നു. അമന്റെ ബ്ലാക്ക് കൂടി എൻട്രൻസിലേക്ക് വന്നു നിന്നു. ആഹാ, ഇന്നും എൻട്രൻസിൽ തന്നെ ഉണ്ടല്ലോ ആരാധിക. മുന്നിൽ നിൽക്കുന്ന പൂജയെ കണ്ട ഹരി അമ്മനോട് പിറുവിറുത്തു. അവൻ ഹരിയൊന്ന് രൂക്ഷമായി നോക്കി കാറിന്റെ ചാവി സെക്യൂരിറ്റി ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്താ മേഘ ഇവിടെ നിൽക്കുന്നത്? നിൽക്കുന്ന വർക്കൊന്നുമില്ലേ? അത് സാർ, പൂജക്കാരെ കാണാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. ഓഫീസ് ടൈമിലാണോ ഗസ്റ്റിനെ കാണാൻ നടക്കുന്നത്? ഇനി അതാണെങ്കിൽ തന്നെ അവിടെ വിസിറ്റേഴ്സ് റൂമുണ്ട്. അല്ലാതെ ഈ എൻട്രൻസ് റൂമിൽ നിന്ന് വരുന്നവരെയും പോകുന്നവരെയും നോക്കിയിരിക്കില്ല വേണ്ടത്. ഓരോരോ ശല്യങ്ങൾ വന്നേക്കും. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അവന് പിന്നാലെ അവരെ നോക്കിക്കൊണ്ട് ഹരിയും നടന്നു. അവന്റെ വാക്കിൽ കേട്ടതും പൂജയുടെ മുഖം മങ്ങി. അവൾ മേഘയും നോക്കിയതും അവൾ കണ്ണി ചിമ്മി കാണിച്ചുകൊണ്ട് പൂജയും വിളിച്ച് അകത്തേക്ക് നടന്നു. അവള് നിന്നെ വിടാതെ പിടിച്ചിരിക്കാനുള്ള അമ്മൻ. നിന്റെ കല്യാണമെന്ന് പറഞ്ഞിട്ട് പോലും അവള് പിന്മാറുന്ന ലക്ഷണമല്ലല്ലോ. ക്യാബിനിലേക്ക് കയറി ചെയറിലേക്കിരുന്നു. ഹരി പറയുന്നേട്ട് അവനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അവൾക്കുള്ള പണി നാളെ തന്നെ കൊടുക്കുന്നുണ്ട്. എന്തു പണി? അവന്റെ വാക്കുകൾക്ക് മറുപടിയായി അവന്റെ എൻവലപ്പ് എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. എടാ ഇതാ. അത് വായിച്ചതും ഹരിയുടെ മിഴികൾ വിടർന്നു. അവൻ അത്ഭുതത്തോടെ അവനെ നോക്കിയതും അവന്റെ മുഖത്ത് നിറഞ്ഞ ചിരിയായിരുന്നു. ഡാ, പക്ഷെ അവള് സമ്മതിക്കുമോ? അതൊക്കെ സമ്മതിപ്പിച്ചോളാം. ഹരിയുടെ സംശയത്തിനൊരു കണ്ണിറുക്കിക്കൊണ്ട് മറുപടി അറിഞ്ഞു. ഹരി ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പൂജ, നീ വെറുതെ സാറിന്റെ കയ്യിൽ തല്ലുവാങ്ങാൻ നിൽക്കല്ലേ. എനിക്ക് പോയേ പറ്റൂ മേഘ, എനിക്കറിയണം. ക്യാബിൽ കയറി ഒരു ഫയലും എടുത്ത് അവന്റെ അടുത്തേക്ക് പോകാൻ നിന്ന പൂജയോടായി മേഘ പറഞ്ഞു. അവൾ മേഘയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൾ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവന്റെ ക്യാബിനിലേക്ക് നടന്നു. മേ കമിൻ സർ? യെസ് കമിൻ. എന്തോ ഇമ്പോർട്ടന്റ് ഫയൽ നോക്കുന്നതിനിടയിലാണ് പൂജ അകത്തേക്ക് കയറി വന്നു. അതുകൊണ്ട് തന്നെ അവൻ ആരാ വന്നതെന്ന് നോക്കിയില്ലായിരുന്നു. തന്റെ മുമ്പിൽ ആരോ നിൽക്കുന്നതെന്ന് തോന്നിയപ്പോഴാണ് അവൻ മുഖമുയർത്തി നോക്കിയത്. തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പൂജയെ കണ്ടതും അവന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. വാട്ട് യു വാണ്ട് പൂജ? തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് ദേഷ്യത്തോടെ അവൻ അവളോടായി ചോദിച്ചു. അവൻ ചോദിക്കുന്ന കേട്ടതും അവൾ പേടിയോടെ അവനെ നോക്കി. അത് സർ. തനിക്ക് വിൽക്കുണ്ടോ? അവന്റെ മുമ്പിൽ നിന്നും വാക്കിൽ കൂട്ടിപ്പെറുക്കുന്നവളോടായി അവൻ ചോദിച്ചതും അവൾ തലകുനിച്ച് നിന്നു. വല്ലതും പറയാണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അവൻ ശബ്ദമുയർത്തി പറഞ്ഞു. അത് സർ, ഞാൻ ഈ ഫയല്.
പെട്ടെന്ന് അവൻ്റെ ശബ്ദകീർത്തം അവൾ പേടിയോട് അവനോട് പറഞ്ഞു. അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി നോക്കാൻ തുടങ്ങി. ആ, ഞാനിത് വിശദമായിട്ട് നോക്കിയിട്ട് സൈൻ ചെയ്തോളാം, താൻ പോയിക്കോളൂ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു. എന്നിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവൻ മുഖമുയർത്തി അവളെ രൂക്ഷമായി നോക്കി. താൻ പോകുന്നില്ലേ? അവനോട് എന്തോ പറയാനി വന്ന പൂജ അവൻ ദേഷ്യത്തോട് ചോദിച്ചത് ഒന്നും മിണ്ടാതെ തിരിഞ്ഞിറങ്ങിപ്പോയി. അവളെ നോക്കി ഒരു പുച്ഛച്ചിരിയോട് അവൻ വീണ്ടും ജോലിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മൻ്റെ ക്യാബിനിൽ നിന്നും നേരെ വാഷ്റൂമിലേക്കാണ് പൂജ പോയത്. അവിടെ ചെന്നതും കയ്യിൽ വെള്ളമെടുത്ത് അവൾ ആവർത്തിച്ച് മുഖത്തേക്ക് ഒഴിച്ചു. ഛേ, ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അതെങ്ങനെ അവൻ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴേ വറക്കാൻ തുടങ്ങും. ഓ ഗോഡ്, ഇനി എങ്ങനെയൊന്നും അറിയുക. എങ്ങനെയാലും സത്യം അറിഞ്ഞേ മതിയാവും. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവളുടെ ക്യാബിനിലേക്ക് നടന്നു. തുടരും ഈ കഥ.